ഓം ശാന്തി. 999 ഈ നമ്പർ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണുന്നുവെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ വണ്ടിയുടെ നമ്പറിൽ കാണും, ബിൽഡിങ്ങിൻ്റെ മുകളിൽ കാണും, മെസ്സേജ് വരുമ്പോൾ കാണും, അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്കിത് വീണ്ടും വീണ്ടും കാണുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, വലിയൊരു മാറ്റത്തിൻ്റെ സമയം ജീവിതത്തിൽ സമാഗതമായിരിക്കുന്നു. ആ മാറ്റം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി എന്തൊക്കെയാണോ അതിനെ ഒഴിവാക്കിയേ പറ്റൂ എന്ന് പറയുകയാണ്. ഒരു പക്ഷേ പാസ്റ്റിലെ മെമ്മറീസ് കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും NLP പോലുള്ള ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിക്കൂ. നിങ്ങളുടെ പഴയ എല്ലാ മെമ്മറിയും ക്ലീൻ ചെയ്യൂ, പുതിയ മാറ്റത്തിന് വേണ്ടി തയ്യാറാവണം. അഥവാ നെഗറ്റീവായിരിക്കുന്ന എന്തെങ്കിലും ക്യാരക്ടർ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീടുള്ള ഭാവിയിലേക്ക് വലിയ നഷ്ടമാകുമെന്നും അത് നിർത്തിക്കൊണ്ട് മാറേണ്ട സമയമാണ് എന്നും പറയുകയാണ്. അഥവാ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ടോക്സിക് പേഴ്സണാലിറ്റി, അങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ അതിനെ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ഫ്യൂച്ചർ അപകടമാകും. അതുകൊണ്ട് സമ്പൂർണ്ണയുടെ നമ്പറാണ് ശരിക്കും 9 എന്ന് പറയുന്നത്. ഈശ്വരൻ നമ്പറാണ് 9 എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് 999 കാണുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. പഴയതിനെ ഉപേക്ഷിക്കൂ, പുതിയതിലേക്ക് ശക്തമായിക്കൊണ്ട് ധൈര്യമായിക്കൊണ്ട് മുന്നോട്ട് പോകൂ. ഈശ്വര സമർപ്പണത്തോടു കൂടി യാത്ര തുടരണം എന്ന് പറയാൻ വരുന്ന നമ്പറാണ് 999. ഓം ശാന്തി.